ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ സിറ്റുവേഷൻ നോക്കുന്നതാണ്, തോട്ട്സ് നോക്കുന്നതാണ്, ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, കോൾ ചെയ്യാതിരിക്കുക. അത് വാട്സപ്പ് കോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ കോൾ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ വാട്സപ്പ് മെസ്സേജ് ഉള്ളി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടും നോർമൽ കോൾ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഞാൻ റിപ്ലൈ ചെയ്യാതിരുന്നത് കൊണ്ടാണ് വിളിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, കാണാത്തത് കൊണ്ടാണെന്ന് പറയാം. അല്ലാതെ വാട്സപ്പിൽ ഒരു മെസ്സേജ് പോലും വന്നിട്ടുണ്ടാവില്ല, എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ വിളിക്കുക? ചിലപ്പോൾ അറിയാത്തവരാണെന്ന് പറയാമെങ്കിലും ചില ആളുകളെ നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെസ്സേജിൽ മംഗ്ലീഷായിട്ട് മെസ്സേജ് അയക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ അത്യാവശ്യം അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളായിരിക്കും. ഓക്കെ, എമർജൻസി ആയിട്ടാണ് അവർ ഇപ്പോൾ കിട്ടണം എന്നുള്ള വിചാരത്തിൽ വിളിക്കുന്നവരാണ്, ഐ നോ. ബട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അവസ്ഥയും കൂടി മനസ്സിലാക്കുക. ഓക്കെ, വാട്സപ്പിൽ കോൾ ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക, കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മെസ്സേജ് അയക്കുക കേട്ടോ. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അവരുടെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥയാണ് കേട്ടോ. 8 ഓഫ് വാൻഡ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് സോർഡ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. 2 ഓഫ് വാൻഡ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. അഗെയിൻ ഒരു കാർഡും കൂടെ പേജ് ഓഫ് വാൻഡ്സ് എന്ന കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ദാറ്റ് മീൻസ് എന്തും ഉദ്ദേശിക്കാം. കോണ്ടാക്റ്റ് ഒരുപാട് നാളില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ അബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തടുത്തൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കാം. ഓക്കെ, ആൻഡ് അതുപോലെ ഈ പേഴ്സൺ ഒരു ട്രാവലിംഗ് ആണ് ഇപ്പോൾ എന്ന് കാണുന്നുണ്ട്. മേ ബി അതൊരു ബിസിനസ് റിലേറ്റഡ് ആയിരിക്കാം, ജോലി സംബന്ധിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തോ സംതിങ് ഒരു ട്രാവലിങ്ങിലാണ് അവരെന്ന് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ ലൈഫിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് നോക്കുന്നത്. അതിനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് കരിയർ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളെ കുറിച്ചിട്ടായിരിക്കാം. മേ ബി നിങ്ങളെ കാണാനൊക്കെ വരുന്നതായിരിക്കും. എന്തെങ്കിലും തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നേരിട്ട് കാണാനൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. ആൻഡ് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ് 8 ഓഫ് വാൻഡ്സ് എന്ന കാർഡാണ്. ഇതൊരു സ്പീഡ് ആക്ഷനെ കാണിക്കുന്ന ഒരു കാർഡാണ്. പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ചേഞ്ച് കാണിക്കുകയാണ് ഇവിടെ. അവരുടെ ലൈഫിൽ, അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളെ നേടിയെടുക്കുകയാണ്. മാനിഫെസ്റ്റിംഗ് കാർഡാണത്. ആഗ്രഹിച്ച കാര്യങ്ങൾ, അത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുന്ന സമയത്ത് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളോടൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോട് കൂടുതൽ ആഗ്രഹമുള്ള, അത് ലൈഫിൽ വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരിക്കാം. ഒരു കൂടുതൽ പണത്തിനോട്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി വേണം, അല്ലെങ്കിൽ പണമുണ്ടെങ്കിൽ മാത്രമേ ജീവിതം ഒരു പ്രോപ്പറായിട്ട് ഒരു ഫുൾഫിൽമെൻറ്റ് വരുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളായിരിക്കാം. ഓക്കെ, കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ കാറ്, വീട്, അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ കൂടുതൽ ക്രഷുള്ള, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉള്ള, അല്ലെങ്കിൽ അതൊക്കെ ലൈഫിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പം അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർ നേടിയെടുക്കുകയാണ് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യുകയാണ്. ഇതാണ് അപ്പം അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഓട്ടത്തിലാണ് ഈ വ്യക്തി, അത് എന്തോ ആയിക്കോട്ടെ.
ഓക്കെ, ഇത് പറയുന്നത് ശരിക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങളുടെ ഇടയിലേക്ക് മൂന്നാമത് ഒരു തടസ്സമായി നിന്നിട്ടുള്ള ഒരു സംഭവമാണത്. ആ ഒരു സംഭവത്തിലേക്ക് ആ പേഴ്സൺ ഫോക്കസ്ഡ് ആവുകയാണ്. അങ്ങനെ ഫോക്കസ്ഡ് ആവുന്ന സമയത്ത് ഇപ്പം അവരതെല്ലാം നേടിയെടുക്കുകയാണ്. അപ്പം അതാണ് അവരുടെ സിറ്റുവേഷനായിട്ട് ഇവിടെ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇവരുടെ ഒരു തോട്ട്സ് നോക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഈ പേഴ്സണ് ക്യൂരിയോസിറ്റിയാണ്. എന്തായിരിക്കും അവസ്ഥ, ഇനി മുന്നോട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്താൽ എന്തായിരിക്കും, ഞാൻ ഇതൊരു മെസ്സേജ് ഇൻഫർമേഷൻ്റെ കാർഡാണ്. സോ ഒരു ബ്ലോക്കൊക്കെയാണ്, നിങ്ങളുടെ കോൺടാക്റ്റ് ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഇപ്പം ഒരു കോൺടാക്റ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം മെസ്സേജ് അയച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ റിപ്ലൈ എന്നൊക്കെയുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് ഈ പേഴ്സണ്. മേ ബി നിങ്ങൾക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടാകാം. ഓക്കെ, ആൻഡ് ഇവിടെ പ്ലാനിങ്ങിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ലോങ് ആയിട്ട് വിട്ടു നിൽക്കുന്ന ഒരാളാണെങ്കിൽ വീട്ടിലേക്ക് വരാനുള്ള ചാൻസാണ് ഇവിടെ കാണുന്നത്. മേ ബി ഇത് സർപ്രൈസ് ആയിരിക്കാം. ഓക്കെ, ആൻഡ് അതുപോലെ അവരുടെ തോട്ട്സിൽ എനിക്ക് 2 കാർഡ്സ് ഇവിടെ മെസ്സേജ് ഇൻഫർമേഷൻ്റെ കാർഡ് വന്നു. നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഓർ അവരതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ നോക്കിയാക്കി എടുക്കുക, ഞാൻ അയക്കാൻ പോവുകയാണ് നോക്കിയാക്കി എടുക്കുക, അല്ലെങ്കിൽ ബ്ലോക്ക് അഴിക്കുക. ഒരു ഇൻഫർമേഷൻ, എന്തായാലും ഗുഡ് ഇൻഫർമേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പം അവരുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ അവരുടെ സോള് ഫ്രീ ആയി നിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പം നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി കണക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പേഴ്സൺസ് ആയിട്ട് തന്നെ തേർഡ് പാർട്ടികൾ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ അതിൽ അഡിക്റ്റഡോ അല്ലെങ്കിൽ ബ്ലോക്കായിട്ടൊക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് അറിയാലോ. അപ്പം ബ്ലോക്കായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ആ പേഴ്സൺസ് അവരെ കൂടുതൽ ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ടൊക്കെ നിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളോടത്തോട് വരാൻ ആ പേഴ്സണ് പറ്റില്ലായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു സ്പിരിറ്റാണ്. സോ അവർക്ക് ഫ്രീഡം ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്ര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തോട്ട്സിനെ കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അപ്പം അത് എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിക്കും ഇത്രയും നാളും ഇങ്ങനെ മിണ്ടാതിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ വ്യക്തികളെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ പേടിച്ചിട്ട് മിണ്ടാതിരുന്ന വ്യക്തികൾ ഇപ്പം അവരെങ്ങനെ കോൺടാക്ട് ചെയ്യാനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഫ്രീ ആണ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഫ്രീ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കിട്ടിയത് ഇല്ല, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതുപോലെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് കണ്ടോ, ഇതൊരു ഫിസിക്കലി ഒക്കെ നിങ്ങളുടെ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ സ്നേഹം ഇവർക്ക് ഇൻസ്പയർഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിക്കൊണ്ടിരിക്കുക ഈ പേഴ്സൺ. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുൻപിൽ തോറ്റുപോയി എന്നൊക്കെ പറയാം നമുക്ക്, ക്ലീഷ ഡയലോഗ്. അപ്പം ആ രീതിക്കാണ് ഇവിടെ കാണിക്കുന്നത്. മേ ബി നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം സ്ട്രോങ് ആയിട്ട് ഈ പേഴ്സണെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് അഴിക്കാൻ, അല്ലെങ്കിൽ മെസ്സേജ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പൂർണ്ണമായിട്ടും ലെറ്റ് ഇറ്റ് ഗോ ചെയ്തിട്ട് മാനിഫെസ്റ്റ്, അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ്, അല്ലെങ്കിൽ പ്രയർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകും. അപ്പം അത് ഈ പേഴ്സണെ സംബന്ധിച്ച് അവരെ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഇത്രത്തോളം അവരിൽ സ്നേഹം സത്യമാണെന്നുള്ള രീതിയിൽ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇൻസ്പയർഡ് ആയി പോവാണ് നിങ്ങളുടെ സ്നേഹത്തിൽ. സോ ആ ഒരു ഇൻസ്പിറേഷനാണ് ഇവർക്ക് ഇങ്ങനെ ആക്ഷൻ എടുക്കാനും ഇതുപോലെ ഫ്രീ ആകാനുമുള്ളൊരു എനർജി കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഫിസിക്കലി ഒക്കെ തോന്നുക എന്ന് പറയുന്നത് വളരെയധികം മിസ്സിങ് എനർജി ആണെന്നുള്ളത് മനസ്സിലാക്കുക. അത്രയൊരു സ്ട്രോങ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്നുള്ള, ഒരു കമ്മിറ്റ്മെൻറ്റ് എങ്ങനെയുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയുള്ള അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ആൻഡ് തോട്ട്സ് ഇതാണ്. നമുക്കിനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം കേട്ടോ. കോംപ്രമൈസ് വന്നിട്ടുണ്ട്. ഡോണ്ട് സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. ലുക്ക് ഫോർ എ സൈൻ. ചൂസ് എ ന്യൂ ഡയറക്ഷൻ ആണ്. ഇത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, കോംപ്രമൈസ് എന്ന് പറയുന്നത്, ഇപ്പം ഈ ഒരു പറഞ്ഞ എനർജി കൂടുതൽ കണക്റ്റ് ആവുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വളരെ പോസിറ്റീവോടെ ചേസിങ് എനർജിയൊക്കെ നിർത്തി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലെറ്റ് ഗോ ഒക്കെ ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ, മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുക. മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് പോലും ലെറ്റ് ഗോ ആണ്. നമ്മൾ മൂവ് ഓൺ ചെയ്ത് ആ എനർജീനെ വിട്ട് കളഞ്ഞാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ആ എനർജിയിൽ ഇരുന്നുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്താൽ അവിടെ ഒരു റിസൾട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാകില്ല. റിസൾട്ടിനൊരു ഉണ്ടായാലും അത് നീണ്ടു പോകത്തില്ല എന്ന് പറയും. ഓക്കെ, അപ്പം
നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ആളുകളാണ്, വേണ്ടാത്തതൊക്കെ വിട്ട് കളഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ആകുക എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ. ആൻഡ് ഇവിടെ കോംപ്രമൈസ് വന്നത് ഇത് നിങ്ങൾക്ക് കോംപ്രമൈസ് ആകും എന്ന് തന്നെയാണ്. ടെൻസ്ഡ് ആകേണ്ട കാര്യമില്ല. ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പോസിറ്റീവ് കാർഡ്സ് ആണ്, എല്ലാം തന്നെ പോസിറ്റീവ് കാർഡ്സ് ആണ്. മേ ബി നിങ്ങളെല്ലാവരും ഇപ്പോൾ മാറാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം. വളരെ നല്ല കാര്യമാണ് കേട്ടോ. മാറാതിരിക്കുന്ന ആളുകളും ഉണ്ടാകാം. ലുക്ക് ഫോർ എ സൈൻ ആണ്. ഈ ഒരു പോസിറ്റീവ് കാര്യം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സൈനുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ. എല്ലാ ഏഞ്ചൽ നമ്പേഴ്സും പോസിറ്റീവ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചില ഏഞ്ചൽ നമ്പേഴ്സ് പോസിറ്റീവ് ആണ്. അത് നിങ്ങളിലേക്ക് സക്സസ് എത്തുന്നതിൻ്റെ ഒരു സൈൻ നിങ്ങൾക്ക് തരുന്നതാണ്. സോ നിങ്ങൾ നെഗറ്റീവായിട്ട് അതിനെ റിമൂവ് ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ആൻഡ് അതേപോലെ തന്നെ ഈ പേഴ്സണെ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചു, 2 ദിവസം നിങ്ങൾ ചേസിങ് നിർത്തി, നിങ്ങൾ ആ ഓർമ്മയിൽ നിന്ന് റിമൂവ് ആയി നിൽക്കുമ്പോഴും പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്നൊരു സമയത്ത് നിങ്ങൾക്ക് പിന്തുടരാതെ അവരുടെ ഓർമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു എനർജി ഉണ്ടെങ്കിൽ അതും ഒരു സൈനാണ്. ഓക്കെ. അവർ അത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങളെ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു സൈനാണത്. ആൻഡ് അതുപോലെ തന്നെ അവരുടെ നെയിംസ് നിങ്ങൾ റിപ്പീറ്റ്ലി കാണുക എവിടെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ വരുന്ന ടൈപ്പ് ഓഫ് സോങ്സ് ഒക്കെ നിങ്ങൾ കേൾക്കുക, നിങ്ങൾ പോലും അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുക, കേൾക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. ആൻഡ് അതുപോലെ ഒരു വൈറ്റ് തൂവൽ കാണുക, യെല്ലോ ബട്ടർഫ്ലൈനെ കാണുക. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൈനായിട്ട് കിട്ടുന്നുണ്ടാകാം. ഡ്രീം കാണുക. നിങ്ങളിപ്പം ഇന്നൊരു ദിവസം ആലോചിച്ചിട്ടേ ഇല്ല, ഒരു ചിന്തയും നിങ്ങൾക്കില്ല, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടോ സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു ദിവസം, രാത്രി ഉറങ്ങുമ്പോൾ പോലും വിചാരിച്ചില്ല, പക്ഷെ അന്ന് രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കാണാമെന്ന് വിചാരിക്കുക, അതും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ. അപ്പം ഇങ്ങനത്തെ സൈനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് എന്തിനാണ് ഈ സൈൻ കാണിച്ചു തരുന്നത്? നിങ്ങൾ ആ നെഗറ്റീവ് വൈബ്രേഷനെ കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യാതിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് ഇതാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുകൾ കാര്യങ്ങൾ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഗൈഡൻസ്, മോർണിംഗ് ഗൈഡൻസ് നാളെ മുതൽ നമ്മൾ ഇടുന്നതാണ്. സോ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഓഫർ വേണം എന്നുള്ളവർ, പേഴ്സണൽ റീഡിംഗ് ഓഫർ വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. നമുക്ക് കമൻസിനനുസരിച്ചിട്ട് ഒരു ദിവസം ഓഫർ സ്റ്റാർട്ട് ചെയ്യാം, ഒരു 10 days കേട്ടോ. അത് എന്തിനാണ് ഇങ്ങനെ ഓഫർ ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേർക്ക് ഫ്രീ റീഡിംഗ് ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. ഇത്ര എമൗണ്ട് അവർക്ക് പറ്റില്ല എന്നും പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. നേരത്തെ വലിയ എമൗണ്ട് ഒന്നല്ല നമ്മുടേത്, പക്ഷെ എന്നാലും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫറുകൾ വെക്കുമ്പം ഈ ആഴ്ചയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ പറ്റിയ അത്രയും നല്ലതല്ലേ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ പറ്റിയ അത്രയും നല്ലത് അല്ലേ? അങ്ങനെയെങ്കിൽ, നല്ലതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, നമുക്ക് ഓഫറുകൾ സെറ്റാക്കാം. ഓക്കെ.